നമസ്കാരം. ബി.ജെ.പിയിൽ വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറിയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യോഗിയും മോദിയും രണ്ട് തട്ടിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളത്. അതായത് തീവ്ര വിഭാഗക്കാരൊക്കെ യോഗിയുടെ പിന്നിലും അതുപോലെ തന്നെ മിതവാദികളൊക്കെ മോദിയുടെ പിന്നിലും അണിനിരക്കുന്ന വലിയ കാഴ്ചയാണ് ബി.ജെ.പിക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഫ്ലെക്സ് ബോർഡുകൾ അടക്കം ഉയർന്നിട്ടുണ്ട്. യോഗിയെ അനുകൂലിക്കുന്ന ആളുകൾ മോദിക്ക് എതിരായിട്ടുള്ള ഫ്ലെക്സുകളൊക്കെയാണ് ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് വാഗ്ദാന ലംഘകനായ നരേന്ദ്രമോദിയെ ഒഴിവാക്കുക, ഹിന്ദുത്വത്തിന്റെ സംരക്ഷകനായ യോഗി ആദിത്യനാഥിനെ ഭരണമേൽപ്പിക്കുക എന്ന രീതിയിലുള്ള ഫ്ലെക്സ് ബോർഡുകളൊക്കെയാണ് പലയിടങ്ങളിലും ഉയർന്നു വരുന്നത്. തീവ്ര ചിന്താഗതിയിലുള്ള യോഗിയെ മുന്നിലോട്ട് നയിച്ചാൽ ഭാരതത്തിൽ ഹിന്ദുത്വത്തിനെ വളർത്താൻ സാധിക്കുമെന്നും ഹിന്ദുത്വ അജണ്ടകൾ നടപ്പിലാക്കാൻ സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസമാണ് സംഘപരിവാറിന്റെ ഒരു കൂട്ടരിലുള്ളതെങ്കിലും, എന്നാൽ മറുകൂട്ടർ നരേന്ദ്രമോദിയെ പിന്താങ്ങിക്കൊണ്ട് നരേന്ദ്രമോദിയാണ് വീണ്ടും ഭരണം തുടരേണ്ടത്, നരേന്ദ്രമോദി തുടർന്നു കഴിഞ്ഞാൽ നേട്ടമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടർ സംഘപരിവാറുകാർക്കിടയിൽ തന്നെയുണ്ട്. എന്നാൽ വളരെ വ്യക്തമായിട്ടുള്ള ഈ ഒരു മുന്നേറ്റമാണ് കോൺഗ്രസ് കാഴ്ചവെച്ചിട്ടുള്ളത്. അതായത് കൃത്യമായി പറഞ്ഞാൽ നേട്ടത്തോടൊപ്പം തന്നെ ബി.ജെ.പിക്കിടയിൽ ഒരു ഭിന്നത സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് രാഹുലിന്റെ ഈ പടയോട്ടത്തിന് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം. അതായത് രാഹുലിന്റെ ഈ ഒരു മുന്നേറ്റം 5 സംസ്ഥാനങ്ങളിൽ ബി.ജെ.പി ഇല്ലാതെയാകുന്നു, ബി.ജെ.പിയുടെ പൊടി പോലും ഇല്ലാതെയാകുന്നു. എന്നാൽ മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും കോൺഗ്രസ് അധികാരത്തിൽ വരുന്നു. ഇതൊക്കെ കോൺഗ്രസിന്റെ ഒരു മുന്നേറ്റത്തോടൊപ്പം തന്നെ അതിന് അപ്പുറം എന്ന് പറയുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ രണ്ട് വിഭാഗങ്ങൾ, അതായത് മോദി വിഭാഗവും യോഗി വിഭാഗവും തമ്മിൽ ഒരു പൊരിഞ്ഞ പോരാട്ടം അതിനകത്ത് നടന്നു കഴിഞ്ഞാൽ അത് 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. അങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ തന്നെ ബി.ജെ.പിക്കിടയിൽ ഒരു വിള്ളൽ വന്നാൽ ആ വിള്ളൽ കോൺഗ്രസിനെ വലിയ രീതിയിൽ ഉപകാരപ്പെടുത്തും. കോൺഗ്രസിന് വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കുകയും ഭരണം തിരിച്ചു പിടിക്കാൻ കോൺഗ്രസിന് സാധിക്കുകയും ചെയ്യും. അതായത് കോൺഗ്രസ് ഇപ്പോൾ നിലവിൽ വളരെയധികം ശക്തമായ നീക്കത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായിട്ട് രാഹുൽ ഗാന്ധി 7 ലക്ഷം വരുന്ന പ്രവർത്തകരോട് മുഖ്യമന്ത്രി ആര് വേണമെന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ കോൺഗ്രസ് എത്തിക്കഴിഞ്ഞു. അതായത് അടിത്തട്ടിലുള്ളവരെ മുന്നിലോട്ട് നയിക്കുന്ന ആ ഒരു പുതിയ നീക്കം തീർച്ചയായും കോൺഗ്രസിന്റെ പ്രവർത്തകരിൽ ഒരു ഊർജം ഉണ്ടാക്കി തീർക്കും. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ പ്രവർത്തകർ വളരെ ശക്തിയാർന്ന രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ കോൺഗ്രസിന് തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കും. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഈ ബി.ജെ.പിയിലെ ഈ ഒരു വിള്ളൽ അല്ലെങ്കിൽ ഈ രണ്ട് കൂട്ടരായിട്ടുള്ള ഈ ഒരു നീക്കം തീർച്ചയായും അത് ബി.ജെ.പിക്ക് വലിയ രീതിയിലുള്ള ദോഷം ചെയ്യും. യോഗി ഇപ്പോൾ കേരളം സന്ദർശിക്കാൻ വരികയാണ്. കാസർഗോഡ് ഹിന്ദു സമാജോത്സവത്തിന്റെ ഭാഗമായിട്ട് വരികയാണ്. ഹിന്ദു സമാജോത്സവത്തിൽ യോഗിയുടെ പ്രഖ്യാപനങ്ങൾ കേരളം ഉറ്റുനോക്കിയാണ്, ഇന്ത്യ രാജ്യം ഉറ്റുനോക്കിയാണ്. ഇതിൽ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മോദി വിഷയവുമൊക്കെയായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രസ്താവനകൾ അല്ലെങ്കിൽ പ്രചരണങ്ങൾ ഉണ്ടാകുന്നോ എന്നുള്ള ഒരു കാഴ്ച നടക്കുമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് വരുമോ എന്നുള്ള ഒരു എത്തിനോട്ടം പൊതുജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വ്യക്തമാകുന്ന മറ്റൊരു കാര്യം, കോൺഗ്രസും ഒരു വലിയ താഴ്ചയിലേക്ക് പോകുമെന്ന ഒരു കാഴ്ചയും കാണുന്നുണ്ട്. കോൺഗ്രസിന്റെ 10 MLA മാർ, മധ്യപ്രദേശിലെ 10 MLA മാർ അജയ് സിംഗ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് വിജയിക്കാത്തത് കൊണ്ട് അദ്ദേഹം തിരിച്ച് നിയമസഭയിലേക്ക് വരണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി 10 MLA മാർ കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുന്ന ഒരവസ്ഥയും ഇപ്പോൾ മധ്യപ്രദേശിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് ബി.ജെ.പിക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്നുള്ള ഒരു റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.